പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്താകുന്ന റഹ്മത്തിന്റെ പത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെയുമാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമുക്ക് സ്വലാത്തുകളുടെ നേതാവായ രാജാവായ ഇബ്രാഹിമിയ സ്വലാത്ത്, ആ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം നമുക്കൊന്ന് പഠിച്ചാലോ? പലരുമൊക്കെ മദ്രസയിൽ പല രൂപത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ നമസ്കാരത്തിലൊക്കെ ചൊല്ലേണ്ട സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. വേറെ ഏത് സ്വലാത്ത് അറിഞ്ഞില്ലെങ്കിലും ഇബ്രാഹിമിയ സ്വലാത്ത് അറിയണമല്ലോ. ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം നമുക്ക് പഠിക്കാം. കൂട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞ ജീവിതമാണല്ലോ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് ഒക്കെ എടുത്തു നോക്കിയാൽ എത്രയോ പ്രതിസന്ധികളുള്ളവരാണ്, എത്രയോ ദുആവസിയത്താണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ തീരുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളും തീരണം. അതിന് മഹാന്മാര് പഠിപ്പിച്ച പുണ്യമായ ഒരു ദുആയുണ്ട്. അപ്പൊ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം ഈ ദുആ പറയാൻ. അപ്പൊ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം എങ്ങനെയാണ്? നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന, നമ്മുടെ കടങ്ങൾ വീട്ടിക്കിട്ടുന്ന ഈ ദുആ എങ്ങനെയാണ് പറയേണ്ടത്, ആ ദുആന്റെ അർത്ഥം എന്താണ്, അതിന്റെ പൂർണ്ണമായ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ ഈ റമദാനിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് റമദാനിന്റെ റഹ്മത്തിന്റെ 10 വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസുഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവൻ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൽ റഹ്മത്തിന്റെ 10ലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ സാധാരണ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം തൊട്ടേ, കഴിഞ്ഞ മാസം ഒന്നും നമ്മൾ എന്നാണോ ഈ ചാനൽ തുടങ്ങിയത് അന്നു മുതലേ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠത, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം ഒക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയുടെ മഹത്വത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് പരിശുദ്ധമായ ഹറമുകളിൽ അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ച് റമദാനിന്റെ വെള്ളിയാഴ്ചകളിൽ ഒരുമിച്ച് കൂടുന്നതെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തെ റിപ്പോർട്ട് വന്നത് 15 ലക്ഷത്തോളം ആളുകളാണ് നോമ്പ് തുറക്ക് വേണ്ടി ഹറമുകളിൽ വരുന്നതെന്നാണ്. 15 ലക്ഷത്തോളം ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്നതെന്നാണ്. അത് ഉംറക്ക് വരുന്നവരുണ്ട്, അതല്ലാത്ത നാട്ടുകാരുണ്ട്, അതല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ നോമ്പ് തുറ അല്ലേ, ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി നോമ്പ് തുറക്കുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ നാടുകളിൽ ഏകദേശം 13-13.5 മണിക്കൂറാണ് നോമ്പ് തുറയുള്ളത്. ഇപ്പോൾ ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ 15 മണിക്കൂറാണ്. അപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായി നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തെരുവുകളിലാണ് തറാവീഹ് നമസ്കാരം. തെരുവുകളിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ തറാവീഹ്, പള്ളികളിലുണ്ട് തറാവീഹ്, അതല്ലാതെ പുറത്തുമൊക്കെ തറാവീഹ് നമസ്കാരമൊക്കെ നിർവഹിക്കുകയാണ്. അതായത് പുറത്തുള്ള ഈ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വേഗത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രാജ്യങ്ങളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ആളുകളെ ഇസ്ലാമിലേക്ക് വളരെയധികം ആകർഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നമസ്കാരമൊക്കെ. അപ്പോൾ ആ നമസ്കാരത്തിന്റെ രൂപവും കോലമൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവിടെയൊക്കെ പരസ്യമായിട്ടാണ് ആളുകളൊക്കെ നിസ്കരിക്കുന്നത്. എന്തുമാവട്ടെ, പറഞ്ഞു വന്നത് ഈ റമദാൻ അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു നിഅമത്താണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ, നമ്മുടെ അതേ പ്രായമുള്ള എത്രയോ ആളുകൾ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ, എത്രയോ ആളുകളുണ്ട്, അവരൊക്കെ മരണപ്പെട്ടു പോയി. നമുക്ക് അല്ലാഹു തആല ഈ റമദാനിൽ പ്രവേശിക്കാനും ഈ റമദാനിന്റെ ആദ്യത്തെ 10 ഇത്രയും ദിവസം ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി നോമ്പ് പിടിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് തന്നില്ലേ? എത്രയോ വലിയ നിഅമത്താണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞൊന്ന് പറയണം, എന്ത്? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇത് കഴിഞ്ഞാൽ പിന്നെ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കരുണ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങണം. അള്ളാഹിന്റെ കരുണയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല. അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. നമ്മൾ സലാം പറയണം, കൂടുതൽ സലാം പറയുക, നമുക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കൂടുതലായി കിട്ടും. അതുപോലെ തന്നെ വിശാലത ചെയ്യുക, പിശുക്ക് കാണിക്കാൻ പാടില്ല, പിടിച്ചു വെക്കാൻ പാടില്ല, കുടുംബ ബന്ധം ചേർക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, നല്ലവണ്ണം ദുആ ചെയ്യണം. ഇതൊക്കെ നമ്മൾക്ക് എന്താണ്? അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള എളുപ്പമാർഗങ്ങളാണ്.
കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ മഹാന്മാർ പഠിപ്പിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അള്ളാഹു ചെയ്യുന്നു, അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുന്നു എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. റമദാനിൽ നമ്മളിപ്പോൾ സാധാരണ നമസ്കാരത്തിന് ശേഷമൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാറുണ്ട്. നമ്മൾ ഖത്തമുൽ ഖുർആൻ അൽഹംദുലില്ലാഹ് ഒരു ഖത്തം ഓതി തീരാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ 2-3 ജുസേ ഉള്ളൂ ഉസ്താദെ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ റമദാനിന്റെ ആദ്യത്തെ 10 തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ഖത്തം തീർക്കാനുള്ള ഓട്ടത്തിലാണ് ഉസ്താദ്, പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞ പല സഹോദരിമാരുമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാവരുടെയും ആ ഖത്തമുൽ ഖുർആൻ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഖത്തം ഓതുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, ഇങ്ങനെ എല്ലാ ദിക്റും സ്വലാത്തൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ റമദാനിൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഇരട്ടി 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 ഇരട്ടിയായി അല്ലാഹു തആല നമുക്ക് മടക്കി തരുന്ന വലിയ ഒരു അമലാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇപ്പൊ നമ്മൾ പറയട്ടെ, ഖത്തം ഓതുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നു, അൽഹംദുലില്ലാഹ് പറയുന്നു, സ്വതക്ക കൊടുക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, ഫർള് നിസ്കരിക്കുന്നു, റവാത്തിബ് നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. എന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. റമദാനിൽ ചിലപ്പോൾ നാവിനെ സൂക്ഷിക്കും, കണ്ണിനെ സൂക്ഷിക്കും, മറ്റുള്ളവരെ കുറ്റമൊന്നും കുറവൊന്നും പറയൂല. ഈ റമദാൻ കഴിഞ്ഞ് ശൗവാല്, ദുൽഖഅദ്, ദുൽഹിജ്ജൊക്കെ ആയ നമ്മുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ പാടില്ല. ചിലപ്പോൾ സ്വാഭാവികമാണ്, മാറിപ്പോകും. മറ്റുള്ളവരുടെ കുറ്റം പറയും, മറ്റുള്ളവരെ പറ്റി ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, മേശന്, വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം പറയും. നമ്മുടെ അമലൊക്കെ, നമ്മുടെ ഈ തറാവീഹ് നിസ്കാരവും നമ്മുടെ വിത്ർ നിസ്കാരവും നമ്മുടെ നോമ്പും എല്ലാം അവനിക്ക് കൊടുക്കും. അല്ലാഹു തആല പറയും, നീ അവനെപ്പറ്റി കുറ്റം പറഞ്ഞില്ലേ, അതുകൊണ്ട് നിന്റെ നിസ്കാരമൊക്കെ അവർക്ക് കൊടുത്തേക്ക്, നിനക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലമില്ല, കാരണം നീ അവനെപ്പറ്റി പരദൂഷണം പറഞ്ഞു, അതുകൊണ്ട് നിന്റെ നിസ്കാരമൊക്കെ ഇവനിക്കിരിക്കട്ടെ എന്ന് അള്ളാഹു പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ ആമീൻ. പക്ഷേ ആരെ എത്ര കുറ്റം പറഞ്ഞാലും, പറയണമെന്നല്ല പറഞ്ഞാലും, മറ്റുള്ളവരെ എത്ര ദോഹിച്ചാലും നമ്മുടെ ഒരൊറ്റ കാര്യമേ നമുക്ക് കിട്ടൂ. അത് നമ്മൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചൊല്ലിയിട്ടുള്ള സ്വലാത്ത്. അത് ആർക്കും പോവില്ല, നമുക്ക് തന്നെ ചൊല്ലിയോ ഉറപ്പ്. അതിന്റെ പ്രതിഫലം നമുക്കെന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരൊറ്റ അമൽ, അത് അസ്വലാത്തു അലൻ നബിയിൽ മുഖ്താർ, നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. പ്രത്യേകിച്ച് റമദാനിൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 700 കോടി വരെ ഇരട്ടി പ്രതിഫലമായി അള്ളാഹു നമുക്ക് തരുന്ന ഒരു അമലാണ് എന്ത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഏത് സ്വലാത്താണ് റമദാനിൽ കൂടുതലായി ചൊല്ലേണ്ടത്? ഏതു സ്വലാത്താണ് റമദാനിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത്? അത് വേറെ ഏതു സ്വലാത്തുമല്ല, സ്വലാത്തുൽ ഇബ്രാഹിമിയയാൻ. ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത്. അതിനൊരുപാട് പ്രതിഫലമുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതാണ് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം. മദ്രസയിലേക്ക് നമ്മൾ പഠിക്കുന്ന ചുരുങ്ങിയ രൂപം ഇതാണ്. ഇതല്ലാതെ സയ്യിദിന ഇബ്രാഹിമ, സയ്യിദിന മുഹമ്മദിൻ എന്ന് സയ്യിദിന എന്ന് ചേർത്തിട്ടും നമ്മൾ സ്വലാത്തുകൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പറയാം. ഞാനിപ്പോൾ പറഞ്ഞത് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമിയ സ്വലാത്ത് ധാരാളം പറയണേ, ധാരാളം പറയണേ. ധാരാളം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ തരുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക്, നമ്മുടെ ദുരിതങ്ങൾക്ക് അല്ലാഹു തആല അറുതി തരുന്നതാണ്. കടങ്ങൾ മാറാൻ, മനപ്രയാസങ്ങൾ മാറാൻ, മക്കൾ നന്നാവാൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ ഹൈറായ മക്കൾ ഉണ്ടാവാൻ, അതുപോലെ മരണപ്പെട്ടു പോയി നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കാൻ
പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു 11 വട്ടമോ 7 വട്ടമോ ചൊല്ലിയിട്ട് അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പിച്ചിക്ക് കൊടുക്കണേ അല്ലാ, എൻ്റെ മരണപ്പെട്ട ഭർത്താവിന് കൊടുക്കണേ അല്ലാ, എൻ്റെ ഭാര്യക്ക് കൊടുക്കണേ അല്ലാ എന്ന് നല്ലവണ്ണം ദുആ ചെയ്താൽ മരണപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ സ്വലാത്ത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലി, എന്നിട്ടോ മഹാന്മാര് പറയുന്നു നമുക്കൊരുപാട് ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക വിഷമങ്ങളുണ്ട്, തൊഴിലില്ല, പലർക്കും ഇടങ്ങേറുകളാണ്, ബുദ്ധിമുട്ടുകളാണ്, അപമാനങ്ങളാണ്, അല്ലേ? എത്രയോ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, നൂറ് നീറുന്ന പ്രശ്നങ്ങൾ. ഓരോ കമന്റ് നിങ്ങളൊന്ന് കമന്റ് എടുത്ത് വായിച്ചു നോക്കിയേ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അല്ലാഹുവേ, ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന പല പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് ഭയങ്കര പ്രതിസന്ധികളായിരിക്കും. അല്ലാഹു എല്ലാവരുടെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, ആമീൻ. അപ്പൊ ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ ഇനി പറയുന്നത് കേട്ടോ. ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു മനുഷ്യൻ 3 വട്ടം പാരായണം ചെയ്യുക. ഇബ്രാഹിമിയ സ്വലാത്ത് 3 പ്രാവശ്യം പറയുക. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ദുആ, ഈ ദിക്ർ, ഈ തസ്ബീഹ് നമ്മൾ 3 വട്ടം പറഞ്ഞ് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ പ്രതിസന്ധികൾ മാറുമെന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു ഖൈറായ ഒരു ജീവിതം തുറന്നു തരുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്ത് തന്നെയാണെങ്കിലും, പലർക്കും പല കഷ്ടപ്പാടാണ്, എന്ത് കഷ്ടപ്പാടാണെങ്കിലും, കുടുംബത്തിൽ പ്രശ്നമാണ്, സ്വസ്ഥതയില്ല, മക്കളെ കൊണ്ട് ഇടങ്ങേറാൻ, മരുമക്കളെ കൊണ്ട് ഇടങ്ങേറാൻ, അമ്മായച്ചനെ കൊണ്ട് അമ്മായിയമ്മയെ കൊണ്ട് ഇടങ്ങേറാൻ, അല്ലെ ഭർത്താവിന്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, മക്കൾക്ക് നല്ല രീതിയിൽ വരണം, മക്കളുടെ ദുസ്വഭാവം മാറണം, മക്കളുടെ എക്സാം നടക്കുന്നു, ഉന്നതമായ വിജയമുണ്ടാവണം, ഒരുപാട് തൊഴിൽ അന്വേഷിച്ചു പക്ഷെ ഒന്നും ശരിയായില്ല, അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടിൽ കിട്ടണം, പ്രവാസികളാണ് അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ്, കടങ്ങൾ ഇങ്ങനെ കുന്നുകൂടുകയാണ്, നമ്മുടെ ശമ്പളം കെട്ടിക്കിടക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ പ്രശ്നങ്ങൾ, ജയിലിൽ അകപ്പെട്ടു പോയവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോയവരുണ്ട്. എല്ലാത്തിനും പരിഹാരമായ ഒരു പരിഹാര ക്രിയയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല, ഏറ്റവും നല്ലതാണ്. 3 വട്ടം നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് പറയുക. 3 വട്ടം ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ദുആ നിങ്ങൾ പറയുക. ഏതാണത് കേട്ടോ? തവക്കൽതു അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത് അൽഹംദുലില്ലാഹ് الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. കാണാതെ പറയണ്ട, കണ്ടു പറഞ്ഞാൽ മതി, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി പറയാം. തവക്കൽതു അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത് അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുല്ലഹു വലിയുൻ മിനദ്ദുല്ലി വകബ്ബിറുഹു തക്ബീറാ. ഒന്നുകൂടി പറയാം. തവക്കൽതു അലൽ ഹയ്യില്ലദീ ലാ യമൂതു അൽഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുല്ലഹു വലിയുൻ മിനദ്ദുല്ലി വകബ്ബിറുഹു തക്ബീറ. അർത്ഥം നോക്കാം. മരണം ഒരിക്കലും പിടികൂടാത്ത നാഥൻ, അല്ലേ? മരണം ഒരിക്കലും ഇല്ലാത്ത പടച്ചവനെ അല്ലാഹുവേ, നിന്നിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കുകയാണ്. ഒരു മക്കളെയും സ്വീകരിച്ചിട്ടില്ല, അള്ളാഹ്ക്കൊരു മക്കളുമില്ല, അള്ളാഹ്ക്ക് മകനില്ല, മകളില്ല, ഭാര്യയില്ല, ഉമ്മയില്ല, വാപ്പയില്ല, ആധിപത്യത്തിൽ പങ്കാളികളില്ല, അള്ളാഹ്ക്ക് പകരമായിട്ട് വേറൊരാൾ, അള്ളാഹുവിൻ്റെ കൂടെ ഒരാൾ, അങ്ങനെയും ആരുമില്ല. അതുപോലെ നിന്യതയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ രക്ഷകൻ ആവശ്യമില്ലാത്തവനായ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതികളും. ഇതാണ് ആ ദുആ. ഇത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. എന്നിട്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഭരമേൽപ്പിക്കുകയാണ്.
തവക്കൽതു അലൽ ഹയ്യില്ലദീ ലാ യമൂതു അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറാ. ഈ ദുആ ഒരു 3 വട്ടം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പറയണേ. നമ്മുടെ പ്രശ്നങ്ങൾ പമ്പ കടക്കുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീപാറുന്ന വേഗത്തിൽ അകന്നു പോകുന്നതാണ്. കാറ്റടിക്കുന്ന കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നമ്മളിൽ നിന്നും വിദൂരത്തേക്ക് പോകുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇൻഷാ അല്ലാ. അതുകൊണ്ട് റമളാനിൽ തന്നെ നിന്റെ പ്രശ്നങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ കടങ്ങളൊക്കെ മാറ്റാൻ ഇബ്രാഹിമിയ സ്വലാത്ത് 3 വട്ടം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ദിക്ർ, ഈ ദുആ 3 വട്ടം പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ അരക്കണേ. തഹജ്ജുദിന് ശേഷമായാൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ദുഹാ നമസ്കാരത്തിന് ശേഷമായാൽ ഏറ്റവും നല്ലതാണ്. ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യണേ. ഒരുപാട് പ്രതിഫലങ്ങൾ നിരവധി ആളുകൾ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പുണ്യമായ അമലാണ് ഇവിടെ നമ്മൾ പറഞ്ഞു തന്നത്. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച പകൽ നാളെ വരികയാണ്. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് തന്നെ ഇൻഷാ അല്ലാ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. മുടങ്ങാതെ മറക്കാതെ വിട്ടുപോവാതെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇപ്പൊ പറഞ്ഞ ദുആയും നമ്മൾ ഉൾപ്പെടുത്തി നല്ലവണ്ണം നല്ല രൂപത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ ദുആരക്കണേ. ഇൻഷാ അല്ലാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ ചെയ്ത് അവർക്ക് ഇത് ജീവിതത്തിൽ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ ഇബ്രാഹിമിയ സ്വലാത്തും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ദിക്ർ, ഈ ദുആ അതും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാ അത് നമുക്ക് തഹജ്ജുദിന് ശേഷം പറയാം, അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ പറയാം, ദുഹാ നമസ്കാരത്തിന് ശേഷം എപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല. രാത്രി എന്നോ പകലൊന്നോ ഇല്ല, സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പറയുക. അള്ളാഹുവെ പടച്ചവനെ, ഈ ദിക്റിന്റെ ഈ സ്വലാത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി തരണേ അല്ലാ. പടച്ചവനെ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. റമളാന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, റഹ്മത്തിന്റെ 10 ഞങ്ങളോടൊക്കെ വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിന്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവും നാളത്തെ വെള്ളിയാഴ്ച പകലുമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഖൈറാത്തുകൾ നീ തുറന്നു തരണേ അല്ലാ. ചെയ്യുന്ന ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.